അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇപ്പോൾ ഒരു സംരംഭക അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശുകൊണ്ട് ഒരു സംരംഭം തുടങ്ങുന്നു, ഒരു കമ്പനി തുടങ്ങുന്നു. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉയരുന്നു. അത് അവർ നേരിടട്ടെ എന്നല്ലാതെ അത് പാർട്ടി നേരിടാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏതെങ്കിലും തവണ പാർട്ടി ഒരു കേസിൽ കക്ഷിയാകുകയോ പാർട്ടി പ്രതിരോധിക്കാൻ വേണ്ടി കേസ് കൊടുക്കുകയോ ഈ കേസ് അന്വേഷണം ദുർബലപ്പെടുത്താൻ ഇടപെടൽ നടത്തുകയോ ചെയ്തോ? ഞാൻ നിയമ പോരാട്ടത്തെ കുറിച്ചല്ല ചോദിച്ചത്. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. നിയമ പോരാട്ടത്തെ കുറിച്ചല്ല ചോദിച്ചത്. നിങ്ങൾ പ്രതിരോധം തീർക്കുന്നത് എങ്ങനെയാണല്ലോ. എന്റെ ഒറ്റ വാചകം തുടങ്ങിയപ്പോഴേക്കും താങ്കൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഇടപെട്ടു. മര്യാദയ്ക്ക് ആണെങ്കിൽ ഞാൻ ചർച്ചയിൽ തുടരാം. ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് തരുന്ന സമയത്ത് എന്താ പറയേണ്ടത് ഞാനാണ് തീരുമാനിക്കുന്നത്, അത് താങ്കളല്ല. യു ആർ ഓൺലി ആൻ ആങ്കർ. എന്തിനു പിണറായി വിജയനെ വേട്ടയാടണം? അതിനാണ് താങ്കൾ കണ്ടെത്തേണ്ടത്. ഇതിനാണ് ഉത്തരം. അല്ല, അങ്ങ് പറയൂ, എന്തിനു പിണറായി വിജയനെ വേട്ടയാടണം? പിണറായി വിജയനെ BJP ഇനി എന്തിനു വേട്ടയാടണം? അരുൺകുമാർ, താങ്കൾ ക്ഷമിക്കൂ. അല്ല, ക്ഷമിക്കൂ, താങ്കൾ കേൾക്കൂ. താങ്കൾ തന്നെ ഉത്തരവും ചോദ്യവും ചോദിച്ചിട്ട് താങ്കൾ അവസരം തരാത്തല്ല. എന്തിനു വേട്ടയാടണം എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഇന്ത്യയിൽ ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഓരോ തെറ്റായ നയങ്ങളെയും ചെറുക്കുന്നത് ഇടതുപക്ഷമാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയറി പേജിൽ ചുണ്ട് കടലാസൊക്കെ വെച്ചാൽ അത് തെളിവല്ലാന്ന്. അല്ല, ഒന്ന് കേൾക്കൂ മിസ്റ്റർ. എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത? ഇതെന്താ, ഇത് റേഡിയോ ആണോ? താങ്കൾ പറയുമ്പോ മറുപടി പറയുമ്പോ തന്നെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ വരുന്നത്? ഒന്ന് കേൾക്കൂ. ഇവിടെ റേഡിയോ ആണോ? താങ്കൾ പറയുമ്പോ മറുപടി പറയുമ്പോ തന്നെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ വരുന്നത്? ഒന്ന് കേൾക്കൂ. ചോദിച്ചല്ലോ, ആ ഡയറിക്ക് എന്താ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? എന്താ ആ ഡയറിയെ കുറിച്ച് എന്താ പറഞ്ഞത്? എന്റെ ഓരോ വാക്കിനും താങ്കൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയാൽ ഞാൻ പിൻവലിക്കൂല. ഒച്ചപ്പാട് എന്ന വാക്കല്ല ഉപയോഗിച്ചു. എന്റെ ഓരോ വാക്കും ഞാൻ സംസാരിക്കുമ്പോഴും അങ്ങ് പറഞ്ഞ വാക്ക് പിൻവലിക്കൂ. അല്ല, ഞാനൊരു ഞാൻ ചർച്ചയിൽ ഞാൻ ഓരോ വാക്കും അവതാരകയോട് കുറയ്ക്കുക എന്ന് പറയുന്ന CPM-ന്റെ നിലപാടാണോ അങ്ങ് ഈ പറഞ്ഞത്? അതോ അങ്ങയുടെ ഭാഗത്ത് വന്ന പിഴവാണോ? അങ്ങേക്ക് ഇപ്പൊ തിരുത്താം. കുറയ്ക്കുക എന്ന പ്രയോഗം ഒരു വനിതാ ആങ്കറിനോട് അങ്ങ് ഉപയോഗിക്കുന്ന പ്രയോഗം, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങേക്ക് ആ വാചകത്തിന് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അങ്ങ് പറയും. കുറയ്ക്കുക എന്ന പ്രയോഗം തെറ്റാണോ ശരിയാണോ? അല്ലല്ല, ഒറ്റ മിനിറ്റ്. എന്റെ ഓരോ വാചകത്തിനും എന്റെ ഓരോ വാക്കിലും തടസ്സപ്പെടുത്തി താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗത്തിനെ അത്തരത്തിലൊരു വാക്കല്ലാതെ വിശേഷിപ്പിക്കാൻ ശരി. അങ്ങനെയെങ്കിൽ അങ്ങേക്ക് ചർച്ചയിൽ തുടരേണ്ടതില്ല. ഇല്ല, കുറയ്ക്കൽ എന്ന പ്രയോഗം നടത്തിയ ഒരാളുമായിട്ട് എനിക്ക് ചർച്ചയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങേക്ക് വരിക. അങ്ങേക്ക് ഉത്തരമില്ല. ആഗോളവൽക്കരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന റെയ്ഡിന് അങ്ങ് മറുപടി പറയാതെ അങ്ങ് പോവുകയാണ്. അങ്ങ് ഇവിടെ നടത്തിയിരിക്കുന്നത് വളരെ മോശം പ്രയോഗമാണ്. അങ്ങേക്ക് അത് പിൻവലിക്കാൻ ചെയ്തില്ല. എന്റെ ശൈലിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ചോദ്യം ചോദിക്കും. അങ്ങേക്ക് ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കൊന്നും ചെയ്യാനില്ല.